മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ തീരുമാനം നീട്ടിക്കൊണ്ടു പോകില്ലെന്ന സൂചന. സർക്കാരും മന്ത്രിയുമില്ല. SSLC ഫലം റെഡിയാണെങ്കിലും ആര് പ്രഖ്യാപിക്കും? തീരുമാനം ഉടൻ ഉണ്ടാകുമ്പോൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനമില്ലാതെ 9-ാം നാൾ ദില്ലിയിൽ അവസാനവട്ട ചർച്ചകൾ. കേരള നേതാക്കളുമായി ഒന്നൊന്നായി ചർച്ച നടത്തി രാഹുൽ. KPCC മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി തീരുമാനം ഇനിയും നീട്ടിക്കൊണ്ടു പോകില്ലെന്ന സൂചന. ബംഗളൂരുവിലായിരുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തിയത് ഇതിന്റെ ഭാഗമാണെന്നറിയുന്നു. രാഹുൽ ഗാന്ധി, ഖാർഗെ, സോണിയാഗാന്ധി, AK ആന്റണി എന്നിവരോടും അഭിപ്രായം ആരാഞ്ഞു. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, K മുരളീധരൻ, MM ഹസൻ, K സുധാകരൻ, അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയത്. K മുരളീധരൻ, VM സുധീരൻ എന്നിവരൊഴികെയുള്ളവർ KC വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യങ്ങൾ രാഹുലിനെ അറിയിച്ചതാണ് വിവരം. കേരളത്തിലുണ്ടായ പ്രതിഷേധം ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടല്ലെന്നും KC മുഖ്യമന്ത്രിയാക്കിയാൽ ജനവികാരം എതിരാകുമെന്നും മുരളീധരൻ പറഞ്ഞതായി സൂചനയുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ തലവേദനയാകുമെന്നും ചൂണ്ടിക്കാട്ടി. അതിനിടെ സതീശ് അനുകൂലമായ നിലപാട് മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധി വഴി രാഹുലിനെ അറിയിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് നിശ്ചയിക്കാൻ അവസാനവട്ട ചർച്ചകൾ തുടരുക തന്നെയാണ്. KPCC മുൻ അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും കണ്ട് രാഹുൽ ഗാന്ധി അഭിപ്രായം തേടിയെങ്കിലും തീരുമാനത്തിലെത്തിയില്ല. ചേരിതിരിഞ്ഞുള്ള ശക്തി പ്രകടനത്തിന്റെ സാഹചര്യം ആരാഞ്ഞ രാഹുൽ ഗാന്ധി MLA-മാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അന്വേഷിച്ചതായാണ് സൂചന. ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുൻപിൽ നിലപാട് പറഞ്ഞ നേതാക്കളെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി മനസ്സറിയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഏതായാലും SSLC ഫലപ്രഖ്യാപനത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ചോദ്യങ്ങളായിരിക്കും. SSLC ഫലപ്രഖ്യാപനം എപ്പോൾ ആര് നടത്തണമെന്നതിൽ പരീക്ഷാ ബോർഡ് തീരുമാനമെടുക്കും. സർക്കാർ രൂപീകരണം വൈകുന്നതിനൊപ്പം ഫലപ്രഖ്യാപനവും നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മറ്റ് സിലബസുകളിലെല്ലാം ഫലം വന്നുവെങ്കിലും SSLC ഫലം വരാത്തതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ട്. വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു V ശിവൻകുട്ടി നേരത്തെ പറഞ്ഞത്. മൂല്യനിർണ്ണയം പൂർത്തിയായി. പരീക്ഷാ ബോർഡ് ചേർന്ന് ഫലം അംഗീകരിച്ച് അന്തിമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പ്രഖ്യാപിക്കാം. പക്ഷെ പുതിയ സർക്കാർ ഇനിയും അധികാരമേൽക്കാത്ത സാഹചര്യത്തിൽ ആര് ഫലം പ്രഖ്യാപിക്കണം, എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിലാണ് പരീക്ഷാ ബോർഡ് തീരുമാനമെടുക്കുക. ലോക്സഭാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ 2019-ൽ ഫലം പ്രഖ്യാപിച്ചത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. 2016-ൽ ഫലം പ്രഖ്യാപിച്ചത് ചീഫ് സെക്രട്ടറി. കീഴ്വഴക്കമുണ്ടെന്നതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഫലം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതോ പുതിയ മന്ത്രിക്കായി കാത്തിരിക്കണോ എന്നും പരീക്ഷാ ബോർഡ് തീരുമാനിക്കും. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC എഴുതിയത്.